ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റൊക്കെ മാറ്റും, അതിൻ്റെ സാധനങ്ങളാണ് നമ്മൾ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടയും ആംഗിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ആദ്യം അടിച്ചുണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള പട്ടകളാണ് നമ്മൾ കട്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ കട്ടിങ്ങും ഒരാൾ ബെൻഡ് എടുക്കുന്നുണ്ട്, മറ്റൊരാൾ അതിന് അടിക്കാനുള്ള സ്റ്റാൻഡ് റെഡിയാക്കുകയാണ്. കാരണം നിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്റ്റെപ്പുള്ളതുകൊണ്ട് ഇരുന്ന് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നിന്ന് സൗകര്യത്തിന് ചെയ്യാൻ പാകത്തിന് സ്റ്റാൻഡ് അടിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം നമ്മൾ സെറ്റിങ് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ഫ്രെയിമിൻ്റെ സെറ്റിങ്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 അടി നീളവും 10 ഇഞ്ച് വീതിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് അളവിന് വെച്ച് സ്പോട്ട് അടിച്ച് മൂല ക്രോസ് ഉണ്ടോ നോക്കണം. കറക്റ്റ് സ്ക്വയറിലായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ക്വയർ നോക്കി മൂല മൂല സ്ക്വയർ നോക്കി ഒരേ അളവാക്കി വെച്ച് അതിന് സ്പോട്ട് അടിച്ച് ലെവലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ പട്ട ഫ്ലാറ്റ് ഒരു ഗ്യാപ്പ് അകലത്തിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ മുകളിലാണ് അടുത്ത ഫ്രെയിമൊക്കെ വന്ന് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പോട്ട് അടിച്ച് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ സെറ്റിങ് ചെയ്ത് ഏകദേശം ഇതേപോലെയാണ് എല്ലാം നമ്മളും ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈയോടെ തന്നെ നമ്മൾ ഫുള്ള് വെൽഡിങ് അടിച്ച് എല്ലാം മാറ്റി വെക്കുകയാണ്. പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കില്ല. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ട് ലാസ്റ്റ് ഇരുന്ന് വെൽഡിങ് അടിക്കുക ചെയ്യുക. നമ്മൾ കൈയോടെ തീർക്കണം. അതേപോലെ നമുക്കൊരു ലാൻഡിങ്ങും കൂടി ഉണ്ടാക്കാറുണ്ട്. ആ ലാൻഡിങ്ങിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 2.5 ആ ലാൻഡിങ്ങാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്ലാറ്റാണ് ഉപയോഗിക്കുന്നത്. സെൻറ്റർ കൂടെ ഒരു പൈപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ വെൽഡിങ് അടിച്ചിട്ടില്ല, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. എല്ലാ സ്റ്റെപ്പും നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലാൻഡിങ് മാത്രമേ ഉള്ളൂ. ലാൻഡിങ്ങിന് കുറച്ച് പട്ടയും കൂടി നമുക്ക് ബെൻഡ് തട്ടാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുൾ വെൽഡിങ് കഴിഞ്ഞ സ്റ്റെപ്പുകളാണ്. ഇനിയിപ്പോൾ ഇതിൽ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ ആ ലാൻഡിങ്ങിലേക്കുള്ള പട്ട കട്ട് ചെയ്ത് അത് ബെൻഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോർഷൻ കൂടി നമ്മൾ അടിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ പട്ടയുടെ ഗ്യാപ്പ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ അളവിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് കറക്റ്റാക്കി വെക്കുന്നത്. കാരണം ടാപ്പ് പിടിച്ച് അളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ടാപ്പ് വെക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ ഒരു മാല് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മഹേഷാണ് ബെൻഡ് കാര്യങ്ങളൊക്കെ തട്ടി റെഡിയാക്കി തരുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വെൽഡിംഗ് സെറ്റിൻ്റെ അർത്ഥമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് വെൽഡിംഗ് സെറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്.